യാത്ര അങ്ങനെ ആലപ്പുഴയിൽ എത്തുകയാണ്. ഞാൻ ആലപ്പുഴയിൽ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. എനിക്കിപ്പം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചേരുകയാണ്. ഇപ്പൊ ആലപ്പുഴ വരെയുള്ള എല്ലാ ജില്ലകളിലൂടെയും കടന്ന് യാത്ര ചെയ്ത് വരികയാണ്. എല്ലായിടത്തും ഒരേ കാറ്റല്ലേ വീശുന്നത്, എല്ലായിടത്തും. ചില സ്ഥലത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലും ചില കാറ്റുകളൊക്കെ വരുന്നത് ഞങ്ങളെ ശ്രദ്ധയിലുണ്ട്. എന്നാലും ഞാൻ പക്ഷെ എല്ലായിടത്തും പോയി. കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റ് ഇടതനുകൂല കാറ്റാണ്. തരംഗമാണ്. തരംഗം ഞാൻ വിളിക്കില്ല, ഇടതനുകൂല കാറ്റുണ്ട്. ആ കാറ്റ് ചിലപ്പോൾ തരംഗമാകും. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ജീവിതത്തുറകളിലും, കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, നമ്മുടെ സിവിൽ സപ്ലൈസ് മേഖലയിൽ, എല്ലാ രംഗത്തും എണ്ണി പറയണ്ട, അവിടെ എല്ലാം ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ അത് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തലായി ഇതിനെ കാണണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിന്നപ്പോഴാണല്ലോ PM-ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ വന്നത്. LDF തകരും, CPIയും CPM വഴിപിരിയും എന്നെല്ലാം നിങ്ങളെല്ലാം ഓർത്തു. അത് ഗൗരവമുള്ള കാര്യമായിരുന്നു. ആ കാര്യത്തിൽ CPIയും CPM ഉത്തരവാദിത്വ ബോധം കാണിച്ചു, രാഷ്ട്രീയ ബോധം കാണിച്ചു, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു. സർക്കാരിന് കിട്ടേണ്ട പല ഫണ്ടുകളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പക്ഷെ PM-ശ്രീ ഉൾപ്പെടെ അങ്ങനെയാണ് എന്നാണ് CPM-ന്റെ അവരുടെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. അതാണ് അപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം വാങ്ങിക്കലുമായി ബന്ധപ്പെട്ടുള്ള 1 കോടിയിലധികം രൂപയുടെ ഒരു കാറ് എന്ന് പറഞ്ഞ ഒരു വാർത്ത വരും. ജനങ്ങൾ ഇത് അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുമോ? മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ആവശ്യമായ ഒരു സുരക്ഷിതത്വത്തിന്റെ വിഷയം കാണുമെന്ന് ഊഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കും. പ്രതിപക്ഷമുണ്ടോ? ഇത്രയും ഒരു ഭിന്നിച്ച പ്രതിപക്ഷം, അതിനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ വിഷയത്തിലും 4 അഭിപ്രായം. ആരോ പറയുന്നത് കേട്ടി ആവർത്തിക്കില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. ചെറുപ്പകാലത്തൊക്കെ പ്രചാരണത്തിനൊക്കെ പോയിരുന്നപ്പോഴും വലിയ കാറോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം തുടക്കകാലങ്ങളിൽ. കോഴിക്കോട്ട് MLA ആയിരിക്കുമ്പോൾ നാദാപുരത്ത് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു പഴയ ജീപ്പ് നാദാപുരത്ത്. അത് കോഴിക്കോട്ടേക്ക് എത്താൻ ഇച്ചിരി പ്രയാസമാണ്. നാദാപുരത്ത് പറ്റുള്ളൂ, മലയെല്ലാം ഹൈറേഞ്ച് ജീപ്പാണത്. ടൗണിലെൻ്റെ യാത്രയെല്ലാം ഒരു സ്കൂട്ടറിലായിരുന്നു. നാദാപുരത്തുനിന്ന് ഒരിക്കൽ 2-3 പേര് പഞ്ചായത്ത് പ്രമാരാണ് കളക്ടറെ കാണാൻ വേണ്ടി അതെന്ന് പറഞ്ഞു, ഒരു റോഡിന്റെ കാര്യം പറയാൻ വേണ്ടി. ഞാൻ എത്തിയപ്പോഴത്തേക്ക് അവർ ഞങ്ങൾ സ്കൂട്ടർ നോക്കിയിട്ടേ ഇല്ല, ഞങ്ങളുടെ വലിയ കാറാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. എന്നെങ്കിലും CPM-CPI ഒന്നിക്കുന്ന പഴയ തറവാട്ടിലേക്ക് ഒന്നിച്ചെത്തുന്ന ഒരു ദീർഘനാളത്തേക്ക് ഒരുപാട് ഇന്ത്യയുടെ CPIയുടെ നിലപാടതാണ്. കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണമെന്നും പൂർണ്ണ ഐക്യമാകണമെന്നും ഐക്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം തിരിച്ചു പിടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്കിത് ഓടിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോഴും സ്പോട്ട് ഓടിക്കാൻ പറ്റും. ഞങ്ങൾ ഹൈറേഞ്ച് ഏതാണ്ട് 1800 കിലോമീറ്റർ ദൂരെ. നല്ല വണ്ടിയല്ല, വെള്ളത്തിൽ ഓടിക്കുന്നവർക്ക് എല്ലാവരും പ്രത്യേക അനുരാഗം ഉണ്ടാവും. അവർക്ക് വേറൊരു വണ്ടിയെ പറ്റില്ല, ഓടിച്ച് ശീലമായി. എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്താറുണ്ട്.